ഋതുരാജ് നേരത്തെ തന്നെ ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സെഞ്ചുറി ഋതുരാജിന് നഷ്ടമായി. 98 റൺസിലാണ് ഋതുരാജ് ഔട്ടായത്. അതുകൊണ്ട് തന്നെ താരം നിരാശയിലാണ്. എന്നിട്ടും ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് ഋതുരാജിനായിരുന്നു. ശേഷം ഋതുരാജ് ചെയ്തൊരു കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി ജയിച്ച ശേഷം ഋതുരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിന്ന് അവാർഡ് കിട്ടാൻ കാരണം അത് ധോണിയാണ്. ഞാൻ വളരെ വേഗത്തിൽ കളിക്കുന്ന ഒരു താരമാണ്. എന്നാൽ ധോണി എന്നോട് ആവശ്യപ്പെട്ടത് നീ അവിടെ ക്രീസിലുണ്ടായിരിക്കണം. നിന്റെ വിക്കറ്റ് ഒരിക്കലും നീ കളയരുത്. നീയാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ. നിന്നിലാണ് മറ്റു താരങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നീ നന്നായി കളിക്കണം. ധോണി പറഞ്ഞ ആ വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത്. അതുകൊണ്ട് ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് ധോണിക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ധോണി ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്കിത് കിട്ടില്ല. CSK ടീം ഇന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ധോണിയാണ് അതിന് കാരണം. കളിയിലെ ക്രെഡിറ്റ് ധോണിക്കുള്ളതാണ്. എന്നേക്കാൾ കൂടുതൽ ക്യാപ്റ്റൻസി ഇന്ന് ധോണി ഏറ്റെടുത്തിട്ടുണ്ട്. ബൗളേഴ്സിന് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തത് ധോണിയാണ്. അതുകൊണ്ട് എൻ്റെ അവാർഡ് ധോണിക്ക് കൊടുക്കുന്നു. കളി ജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വരുന്ന മത്സരത്തിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ഋതുരാജ് വ്യക്തമാക്കി. ഋതുരാജിൻ്റെ നല്ല മനസ്സിന് കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. തനിക്ക് കിട്ടിയ അവാർഡാണ് ധോണിക്ക് കൊടുത്തത്. ധോണിയാണ് CSK ടീമിൻ്റെ പടനായകൻ. ഋതുരാജ് പേരിന് മാത്രമാണ് ഒരു ക്യാപ്റ്റൻ. കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ധോണിയാണെന്ന് TV സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ധോണിയാണ് ബൗളേഴ്സിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. SRHനെ പോലെ ഒരു ടീമിനെയാണ് ഇന്ന് CSK തോൽപ്പിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് 280 റൺസൊക്കെ SRH എടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് SRH 134 റൺസിൽ ഓൾ ഔട്ടായി. അത് ധോണിയുടെ തന്ത്രങ്ങൾ തന്നെയായിരുന്നു. SRHനൊന്ന് അടിക്കാൻ പോലും സാധിച്ചില്ല. എന്തായാലും CSK വിജയത്തോടെ പ്ലേ ഓഫിലേക്ക് കുതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.